പ്രൈസലോടെ എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ ധന്യമായ നാമത്തിലുള്ള വിനീതമായ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രശ്നകലുഷിതമായ ലോകത്തിൽ, അശാന്തിയുടെയും അസമാധാനത്തിൻ്റെയും അവ്യക്തതയുടെയും ലോകത്തിൽ വ്യക്തമായ ദർശനത്തോടും കാഴ്ചപ്പാടോടും കൂടെ ലോകത്ത് നിങ്ങൾ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന ജയാളിയായ കർത്താവിൻ്റെ വാക്ക് നമുക്ക് നൽകുന്ന പ്രത്യാശയും ഉറപ്പും ധൈര്യവും എത്ര വലുതാണ്. പണ്ടൊരിക്കൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ആടിക്കൊണ്ടിരിക്കുന്ന വിഷത്തിലെ പാടിക്കൊണ്ടിരിക്കുന്ന പക്ഷിയാണ് ദൈവസഭ. ആടിക്കൊണ്ടിരിക്കുന്ന വിഷത്തിൽ ഇരിക്കുന്ന ഒരു കൊമ്പിലിരിക്കുന്ന പക്ഷിയെ നോക്കിക്കൊണ്ട് ഒരു വഴിപോക്കൻ ഒരിക്കൽ ചോദിച്ചു എന്നാണ് ആ ഭാവന. എന്താ പക്ഷി, നിനക്ക് കാലാവസ്ഥ തിരിച്ചറിവില്ലേ? ശക്തമായ ഈ കൊടുങ്കാറ്റിൽ വൃക്ഷം നീയിരിക്കുന്ന കൊമ്പൊക്കെ ആടി ഒലയുന്നതിൻ്റെ ആഴം നീ അറിയുന്നില്ലേ? ഭയാനകരമായൊരു സാഹചര്യത്തിലാണല്ലോ, നിനക്കെങ്ങനെ പാട്ട് പാടാൻ കഴിയുന്നത്? ആ പക്ഷി പറഞ്ഞു എന്നാണ് ആ ഭാവന. അതെ, എനിക്ക് പാടാൻ കഴിയുന്നത്, ശക്തമായ കാറ്റുണ്ട്, ഞാനിരിക്കുന്ന കൊമ്പൊരു പക്ഷെ തകർന്നു വീഴാം, പക്ഷേ അത് സംഭവിച്ചാലും ദൈവം എനിക്ക് തന്ന ചിറകളടിച്ച് ഞാൻ ആകാശവിഹായസ്ഥയിലെ പറന്നുയരും. ഇതാണ് ക്രിസ്തീയ സഭയുടെ പ്രത്യാശ. ആ പ്രത്യാശ ഉള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നെങ്കിൽ പോലും ഈ ലോകക്കാരല്ല നമ്മൾ. കർത്താവ് അത് വളരെ വ്യക്തമാക്കി. ആ ഒരു വലിയ പ്രത്യാശ ഉള്ളിൽ പേറുന്ന എല്ലാ ദൈവമക്കൾക്കായും ഞാൻ കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. ഈ ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ പ്രത്യേകതയുള്ളതാണ്. തെസ്സലോനിയർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ച് നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ ദൈവം നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദൈവ മഹത്വം എത്ര ഉന്നതമാണ്. അത് പ്രാപിപ്പാനാണ് ദൈവം നമ്മെ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചത്. ഈ ദൈവമഹത്വത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പണ്ടൊരിക്കൽ ഞാൻ വായിച്ച ആദമിനെക്കുറിച്ചുള്ള ഒരു വിവരണം ഞാൻ ഓർക്കുന്നു. ഇന്ന് വരെ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും വലിയ ധനവാൻ ആരെന്ന് പരിശോധിച്ചാൽ ആദമായിരുന്നു എന്ന് കാണുവാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകവും ഇക്കാര്യം ശരിവയ്ക്കുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭൂമുടമയും ആദമായിരുന്നു. ഏറ്റവും വലിയ മത്സ്യസമ്പത്തിൻ്റെ ഉടമയും ആദമായിരുന്നു. ഏറ്റവും വലിയ പഴത്തോട്ടം ആദമിന് തീരെഴുതി ലഭിച്ച ഏദൻ തോട്ടത്തിലായിരുന്നു. ലോകത്തിലെ സകല ധനവാന്മാർ വിചാരിച്ചാലും ആദമിൻ്റെ അത്രയും സമ്പത്തുണ്ടാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ എല്ലാറ്റിലും ഉപരിയായി തനിക്ക് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൂട്ടായ്മയുണ്ടായിരുന്നു. ഇതിൽ പരം ഭാഗ്യം വേറെയില്ല. ആദമിന് ലഭിച്ച സകല അനുഗ്രഹങ്ങളും സംരക്ഷിക്കുവാൻ അവൻ കടപ്പെട്ടവനായിരുന്നു. എന്നാൽ പാപം ചെയ്ത ആദം സകലവും നഷ്ടമാക്കി. പ്രിയരെ, സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവിലൂടെ ലഭിച്ചവരാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ദൈവമക്കളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാർ. ഇതിനെ സാധൂകരിക്കുന്ന വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യേശു ക്രിസ്തുവിനെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ ദൈവം നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമഹത്വം. ആ ഒരു പദപ്രയോഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കും, നമ്മൾ നിത്യത ചെല്ലുമ്പോൾ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വം, കർത്താവിൻ്റെ മണവാട്ടി കാന്ത എന്ന രീതിയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമഹത്വം. മണവാളനായ കർത്താവിന് എന്തൊക്കെയുണ്ടോ അതെല്ലാം മണവാട്ടിക്കും കൂടി അവകാശപ്പെട്ടതാണ്. അത് നിസ്തർക്കമായ കാര്യമാണ്. വെളിപ്പാട് പുസ്തകം 19-20 തുറന്നുള്ള അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കുഞ്ഞാടിനെ കല്യാണം വന്നു, കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് തുറന്നുള്ള വിശദീകരണമൊക്കെ നമ്മൾ അടുത്ത അധ്യായങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്തരമായ നിത്യതയുടെ ദർശനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കൂടാരം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ചിത്രമൊക്കെ നമുക്ക് 21 മുതൽ അധ്യായങ്ങൾ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നിത്യതയിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ മഹത്വമുണ്ട്. പക്ഷേ അപ്പോസ്തലൻ ചിന്തിക്കുന്നത് അത് മാത്രമാണോ? ദൈവമഹത്വം അതുകൊണ്ട് വിവക്ഷിക്കുന്നത് അങ്ങനെ നിത്യതയിൽ കിട്ടുന്ന മഹത്വം മാത്രമാണോ? ഒരിക്കലുമല്ല. ഒരു വ്യക്തി കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ, അഥവാ ആത്മമണവാളനായ യേശു ക്രിസ്തുവിനെ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ
ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ കർത്താവുമായിട്ട് ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട, കർത്താവിനെ ജീവിത രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുതലേ ദൈവത്തിന് മഹത്വം തന്നെ അനുഭവിച്ചു തുടങ്ങുകയാണ്. അതിൻ്റെ പൂർത്തീകരണമാണ് നമുക്ക് നിത്യതയിൽ പ്രാപിപ്പാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ദൈവമഹത്വം യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടും ആ പ്രകൃതിയോടും അനുരൂപപ്പെടുകയാണ് നമ്മൾ. റോമാലേഖനം 8-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കാൻ കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തോടും ആ പ്രകൃതിയോടും നമ്മൾ അനുരൂപപ്പെടുകയാണ്. കർത്താവിൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടുന്നു എന്നാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുകയും കൂടാതെ കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ അധികാരമൊക്കെ നമ്മളുമായി പങ്കിടുമ്പോൾ തന്നെ ആ ദൈവമഹത്വം നമ്മൾ അനുഭവിച്ചു തുടങ്ങി ഈ ഭൂമിയിൽ തന്നെ. കൂടാതെ കർത്താവിൻ്റെ സ്നേഹം, വിശുദ്ധി, നീതി, കരുണ, ദയ, സത്യം എന്നിത്യാദി ദൈവിക സ്വഭാവം നമ്മളിൽ അനുനിമിഷം ദൈവ പൈതൽ എന്ന രീതിയിൽ വളർന്നു വരുമ്പോൾ തന്നെ ആ ദൈവമഹത്വത്തിൻ്റെ പ്രഭ നമ്മളിൽ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെയൊക്കെ പൂർത്തീകരണമാണ്, അഥവാ ഭൂമിയിൽ വെച്ച് തന്നെ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുഭവപ്പെടുകയും കർത്താവിൻ്റെ ശക്തിയും അധികാരമൊക്കെ ജീവിതത്തിലും ശുശ്രൂഷയും അനുവർത്തിക്കപ്പെടുകയും കർത്താവിൻ്റെ സ്നേഹം, വിശുദ്ധി, നീതി, സത്യം, ദയ, കരുണ അത് നമ്മുടെ ജീവിതത്തിലൂടെ ലോകത്തിൽ പ്രകാശിക്കുകയും അത് അനുഭവദ്യമായി തീരുന്നതിനോടൊപ്പം തന്നെ ദൈവമഹത്വം ഭൂമിയിൽ നമ്മൾ തന്നെ അനുഭവിച്ചു തുടങ്ങി എന്നത് ആ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഈ ഭൂമിയിൽ ദൈവമഹത്വം പ്രാപിച്ച് അനുഭവിക്കുന്ന ദൈവമക്കൾക്കാണ് അതിൻ്റെ പൂർത്തീകരണ നിത്യതയിൽ കാത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്കാണ് അപ്പോസ്തലൻ പറയുന്ന പോലെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കർത്താവ് പങ്കിടുന്ന ദൈവമഹത്വത്തിൻ്റെ ശ്രേഷ്ഠത എത്ര വലുതാണ്. അത് ഭൂമിയിൽ തന്നെ നമ്മൾ പ്രാപിച്ചു തുടങ്ങുകയും നമുക്ക് കിട്ടുന്ന ആത്മീയ അധികാരം, അതുപോലെ തന്നെ ഉയരത്തിലെ ശക്തിയും അധികാരവും എന്ന് ലൂക്കോസിന് സുവിശേഷം 9:1 വായിക്കുന്ന പോലെ കർത്താവിൻ്റെ സ്വരൂപത്തോട് നമ്മൾ അനുഭവപ്പെടുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി തീരുന്നത് പോലെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ ഞാനിവിടെ ഓർപ്പിച്ചതുപോലെ അത് പേറി നാം ജീവിക്കുമ്പോൾ ആ ദൈവമഹത്വം നമ്മൾ ലോകം ദർശിക്കുക. അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്വർഗീയ മഹത്വത്തിൻ്റെ പൂർണ്ണതയാണ് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലും മറ്റ് വേദഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കാൻ കഴിയുന്നത്. ഇത്രമാത്രം ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് ഭൂമിയിലും നമുക്ക് ഒരുപാട് ലോകത്തിലൂടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു നിസ്സാര കാര്യമൊന്നുമല്ല, അത് വലിയൊരു മഹത്തരമായ കാര്യമാണ്. അത് വലിയ വലിയ ഉന്നതമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അനുഭവം. ഇതൊക്കെ ഉള്ളിലകത്ത് നമ്മുടെ കടന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നിസ്സാര പ്രശ്നങ്ങൾ, കഷ്ടതകൾ, പരിഹാസങ്ങൾ, നിന്ദകൾ, ഇല്ലായ്മകൾ, രോഗങ്ങൾ, കെടുതികൾ, നമുക്ക് ഈ ലോകത്തിൽ നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ, നിഷേധിക്കപ്പെടുന്ന അവസ്ഥ, ഇതൊന്നും നമ്മെ ഒട്ടും അത്യന്തികമായി ബാധിക്കയില്ല. ഒരു പക്ഷെങ്കിൽ പ്രയാസ ദുഃഖമൊക്കെ ഉണ്ടായേക്കും. നമ്മൾ പ്രാപിച്ചിരിക്കുന്ന മഹത്വപരമായ ആ അനുഭവം ഇതിനൊക്കെ അതിജീവിക്കുന്നതാണെന്നും നിത്യതയുടെ ദർശനം കൂടെ ചേർന്ന് വരുമ്പോൾ ഉന്നതമായ ഒരു കാര്യ പദ്ധതിക്ക് വേണ്ടി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരെന്ന രീതിയിൽ നമ്മുടെ കാഴ്ച, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ മനോനില, മനോഭാവം ഇതൊക്കെ ആ ദൈവിക ബന്ധവുമായി ചേർന്ന് നിൽക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ജീവിത നിലവാരം നമ്മൾ നിലനിർത്തേണ്ടവരാണ് എന്നത് ദൈവമക്കൾ ഒരിക്കലും മറന്നു പോകരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു മഹത്വം നമുക്ക് രക്ഷിക്കപ്പെട്ടതിലൂടെ കൈവരുന്നത് കൊണ്ടും നിത്യതയിൽ അതിൻ്റെ പൂർത്തീകരണം പ്രാപിക്കാനിരിക്കുന്നത് കൊണ്ടും അപ്പോസ്തലനായ പൗലോസ് ഉപദേശം പറയുകയാണ്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ വാക്കിനാലും ലേഖനത്താലും നിങ്ങൾക്ക് തന്ന സകല പ്രമാണങ്ങളെയും നിങ്ങൾ മുറുകെ പിടിച്ചോണം. കാരണം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, നാം അനുഭവിക്കുന്നതും കാത്തിരിക്കുന്നതുമായ മഹത്വം അത്ര ശ്രേഷ്ഠമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ പകൽക്കാലം ഈ സത്യം നമ്മുടെ ഉള്ളിൽ കയറിയാൽ കർത്താവിനെ നാം സേവിക്കുന്ന വെറുതെയല്ല. നാം ജീവിക്കുന്ന ജീവിതം ഒരു സാധാരണ ജീവിതമല്ല. എത്ര ശ്രേഷ്ഠകരമായ ഈ പ്രപഞ്ചനാഥൻ ആദമിന് കൊടുത്തു എന്നൊക്കെ നമ്മൾ കേട്ടതുപോലെ
എത്ര ശ്രേഷ്ഠകരമായൊരു മഹത്തരമായ ഒരു ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ആ ചിന്ത നമ്മെ കൂടുതൽ കർമ്മോത്സുകരാക്കട്ടെ. ആ ചിന്ത കർത്താവിനെ കൂടുതൽ സ്നേഹിപ്പാനും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും, നമുക്ക് ലഭിച്ച ലാഭ നഷ്ടങ്ങളുടെ കണക്കെടുക്കുകയല്ല വേണ്ടത്, കർത്താവിനോട് ചേർന്നിരിക്കാൻ കർത്താവ് നമ്മെല്ലാവരും അധികമായി സഹായിക്കട്ടെ. കർത്താവ് നമുക്കുണ്ടെങ്കിൽ അതോടുകൂടി എല്ലാം ഉണ്ട്. അത് വളരെ കൃത്യമായി കർത്താവ് രേഖപ്പെടുത്തി. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇവയൊക്കെ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ഈ ഭൗമിക കാര്യങ്ങളെ ഓർത്ത് ഒത്തിരി വ്യാകുലപ്പെടാതെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മെ ഭരിക്കട്ടെ. അവൻ്റെ രാജ്യവും നീതിയും നമ്മുടെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അവയെക്കുറിച്ചുള്ള ചിന്തയും പ്രയത്നവും ആ ദൈവരാജ്യത്തിൻ്റെ മഹത്വം ഭൂമിയിൽ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ, ഭൂമിയിൽ ലോകത്തിൽ ഉപ്പും വെളിച്ചമായി നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കപ്പെടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതിയതൊക്കെ താനേ വന്നു ചേർന്നുകൊണ്ടിരിക്കും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെല്ലാം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.